എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും അല്പം മാറി നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന 4 ബെഡ്റൂമിൻ്റെ വിശാലമായ ഒരു ആർക്കിടെക്ചറൽ വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു ബോക്സി ടൈപ്പിലാണ് വീടിൻ്റെ എലിവേഷൻ. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 2.5 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 16 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 2018-ലെയും 19-ലെയും പ്രളയം ബാധിക്കാത്തൊരു ഏരിയ കൂടിയാണ്. നല്ലൊരു വില്ല കമ്മ്യൂണിറ്റി തന്നെയാണ്. അത്യാവശ്യം നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഭംഗിയുള്ളൊരു കമ്മ്യൂണിറ്റി തന്നെയാണ്. 5 മീറ്ററോളം വീതി വരുന്ന റോഡുകൾ ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. ചുറ്റുമതിലിൽ പെയിൻറ്റിംഗ് വർക്കുകൾ മാത്രമേ പെൻഡിംഗ് ഉള്ളൂ. ഗേറ്റിൻ്റെ വർക്കും പെൻഡിംഗ് ആയുണ്ട്. മനോഹരമായ ചുറ്റുമതിൽ നമുക്ക് കാണാൻ കഴിയും. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റാണ് ഫ്രണ്ടിലായി വരുന്നത്. വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വിശാലമായ ഒരു മുറ്റം ഫ്രണ്ടിലായി ലഭിക്കുന്നുണ്ട്. കടപ്പക്കല്ലുകളാണ് അവിടെ വിരിച്ചിരിക്കുന്നത്. കവേഡോടുകൂടി ഒരു കാർ പോർച്ച് കാണാം. കൂടാതെ 2 വണ്ടി ഈ ഒരു ഭാഗത്തും പാർക്ക് ചെയ്യാം. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള ചെടികളെല്ലാം നടാവുന്ന ഒരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളവും പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്കിഴക്കേ മൂലയിലാണ്. ആ ഒരു മൂലയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്ക് സൈഡിലും അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത്. വലിയൊരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി കാണാൻ കഴിയും. ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ടിലെ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് തേക്കിലാണ്. മറ്റുള്ള മരങ്ങളിലെല്ലാം ആഞ്ഞിലയും മഹാഗണിയുമാണ്. 2 സൈഡിലേക്കും തുറക്കാവുന്ന രീതിയിലാണ് ഫ്രണ്ട് ഡോർ നിർമ്മിച്ചിരിക്കുന്നത്. ഡോർ തുറന്ന് ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി വരുന്നത് വിശാലമായൊരു ലിവിംഗ് ഹാളിലേക്കാണ്. നല്ലൊരു ഡബിൾ ഹൈറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ലിവിംഗ് ഹാൾ തന്നെയാണ്. വിശാലമായ വലിപ്പമുള്ള ജനലുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല വെളിച്ചവും എയർ സർക്കുലേഷനും കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. മുകളിലെ ഹാളിൽ നിന്നും ഡയറക്റ്റ് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ലിവിംഗ് ഹാൾ നിർമ്മിച്ചിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ നല്ലൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി വലിപ്പമുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല മാറ്റ് ടൈലുകൾ തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഈ വീടിൻ്റെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. അത്യാവശ്യം വിശാലമായൊരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ ലഭിക്കുന്നുണ്ട്. 2-3 ടേബിൾ ഇടാവുന്ന ഒരു സ്പേസും നമുക്കിവിടെ കാണാൻ കഴിയും. നല്ല രീതിയിൽ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിൽ ഒരു കോർണറിലായി വാഷ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും നേരെ കാണുന്ന ഒരു സ്ലൈഡിംഗ് ഡോറ് UPVC ഫിക്സഡ് ഡോറ് തന്നെയാണ്. അത് സ്ലൈഡിംഗ് തുറക്കാവുന്ന ഡോറ് തന്നെയാണ്. അവിടെയായി ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ എല്ലാം കാണാൻ കഴിയും. ഇവിടെയാണ് വാഷ് കൗണ്ടർ ഏരിയ വരുന്നത്. നല്ലൊരു മോഡേൺ സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള വാഷ് കൗണ്ടർ ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിൽ നിർമ്മിച്ചിട്ടുള്ള കിച്ചൺ തന്നെ ഇവിടെ ലഭ്യമാണ്. 2 സൈഡിലും ക്രോക്കറി ഷെൽഫുകളും ഇൻഡോർ പ്ലാന്റുകളെല്ലാം വയ്ക്കാവുന്ന രീതിയിലുള്ള ഷെൽഫുകളും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും നമുക്ക് കാണാം. അവിടെയായി ഹാങ്ങിങ് ലൈറ്റുകൾ വരാനുണ്ട്. കിച്ചൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയോടുകൂടി നിർമ്മിച്ചിട്ടുള്ള കിച്ചണാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. ഈ ഒരു ഭാഗത്തും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായാണ് ഇതിൻ്റെ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു മോഡേൺ സ്റ്റൈലിൽ കൊടുത്തിട്ടുള്ള വാഷ് ബേസിൻ തന്നെയാണ്. കിച്ചൺ കൂടാതെ പുറത്തായി നമുക്ക് വലിയൊരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു സ്പേസും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളിലേക്കാണ് പോവേണ്ടത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരിക. ഈ ബെഡ്റൂം ഏകദേശം ഒരു 135 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ്. വലിപ്പമുള്ള വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബേ വിൻഡോ മോഡലിലാണ് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കബോർഡ് വർക്ക് തന്നെയാണ്. അതിനോട് തൊട്ട് ചേർന്ന ഒരു സിറ്റിംഗ് ഏരിയയും കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയും നമുക്ക് കാണാം. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ജാഗൂറിൻ്റെ കൺസീൽഡോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്ക് ക്ലോസറ്റ് എല്ലാം കൊടുത്ത് മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ബാത്റൂമുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇവിടെയാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റോളം ലഭിക്കുന്ന അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഇതിനും കബോർഡ് വർക്കുകളും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്താണ് ഈ ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാത്റൂം വരുന്നത് ഈ ഒരു സൈഡിലായാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ബാത്റൂം തന്നെയാണ്. ഇനി നമുക്ക് ഹോളിലേക്ക് തിരിച്ചു വരാം. സ്റ്റെയർ കേസിന് താഴെ നല്ലൊരു ഡൗൺ ഏരിയയിൽ നിർമ്മിച്ചിട്ടുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടഫൻ ഗ്ലാസും വുഡുമാണ് ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിരിക്കുന്നത്.
നല്ല മോഡേൺ സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള സ്റ്റെയർ കേസ് തന്നെയാണ്. സ്റ്റെപ്പ് കയറി ഇനി നമുക്ക് ഒന്നാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെയർ കയറി വരുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ ഭിത്തിയിൽ വലിപ്പമുള്ള ഒരു ഫിക്സഡ് ഗ്ലാസ്സോടുകൂടി വരുന്നൊരു വിൻഡോ കാണാം. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം ലഭിക്കുന്നൊരു ഹോൾ ഇവിടെ കാണാൻ കഴിയും. ഇവിടെ നിന്നുമാണ് നമ്മൾ ലിവിംഗ് ഹോളിൻ്റെ ആ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ കണ്ടത്. ഇവിടെയായി ഒരു ഷാൻലിയർ ലൈറ്റ് വരാനുണ്ട്. മുകളിലെ ഹോളിലായി നല്ലൊരു TV യൂണിറ്റ് നമുക്ക് കാണാൻ കഴിയും. താഴെയും മുകളിലുമായി 2 TV യൂണിറ്റാണ് ഇവിടെ ലഭ്യമാവുക. ഈ ഒരു ഭാഗത്തായി സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന ഒരു ബാൽക്കണി സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്ക് വരാം. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ലഭ്യമാവുക. യൂട്ടിലിറ്റി ഏരിയയും വലിയൊരു ബെഡ്റൂം മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു റൂമായിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ 3 ബെഡ്റൂമും മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമുമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ബെഡ്റൂമിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കും ബാൽക്കണിയിലേക്കുമാണ് പോകാനുള്ളത്. അത്യാവശ്യം ഭംഗിയുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും ലഭ്യമാവുക. താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ഇനി നമുക്ക് വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്കാണ് കണ്ണോടിക്കേണ്ടത്. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്തായി നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന 5 സെൻറ്റിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 1,25,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരി വൺ.